ഞാൻ ഇവിടെ നിന്ന് പറയത്തില്ല, ആൾക്കാരൊക്കെ എന്നെ നോക്കണം. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ലിച്ചസ് കൊച്ചിക്കാരി അച്ചായത്തി. അപ്പൊ ഇപ്പൊ ഞാനുള്ള നമ്മുടെ കലൂരുള്ള SF മൊബൈൽസിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ബിഗ് ബില്യൺ സെയിൽ നമ്മൾ നടത്താൻ പോവാണെന്ന് പറഞ്ഞാൽ ആദായ വിൽപ്പന എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാ ബൈക്സും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എല്ലാ സ്കൂട്ടേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. നിസാരം ചെറിയ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഒരു ആദായ വിൽപ്പന പോലെ നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. പക്ഷെ ഇത് 2 ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രൈസ് കാര്യങ്ങളൊന്നും പറയുന്നില്ല, ജസ്റ്റ് നമുക്ക് ഉള്ള കളക്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടോ, ഈ ഒരു സെക്ഷനിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ഇവിടെ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് എന്ന് പറഞ്ഞാല് ഗൺമെറ്റല്, അതുപോലെ തന്നെ ക്ലാസിക്, സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ സ്റ്റെൽത്ത് ബ്ലാക്ക്, അങ്ങനെ ഒട്ടനവധി വണ്ടികൾ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതേ ഫെറാക്ക് ഇരിക്കുന്നുണ്ട്, ഡ്യൂക്ക് ഉണ്ട്, നമ്മുടെ ബജാജിന്റെ വണ്ടികളുണ്ട്, അതുപോലെ തന്നെ ഹോണ്ടയുടെ വണ്ടികളുണ്ട്, ഇതേ ഒരു മോജോ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജാവ ST സ്ക്രാംബ്ലർ, അതെ വീണ്ടും ഒരു ക്ലാസിക് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതെ ADV 250 ഉണ്ട്, അതുപോലെ തന്നെ 390 നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു പ്രീമിയം ലെവലിലുള്ള വണ്ടികളാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ BMW-ന്റെ നമ്മുടെ G310 നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതെ കുറച്ചും കൂടെ ഒരു ഓഫ് റോഡ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബെനലിയുടെ TRK നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതേ സെഗ്മെന്റിൽ തന്നെ വരുന്ന നമ്മളുടെ GS 310 നമുക്ക് അവൈലബിൾ ആണ്. കണ്ടോ, ഒത്തിരി വണ്ടികൾ നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ട്രയംഫിന്റെ വണ്ടിയുണ്ട്, അതുപോലെ തന്നെ ഹാർലി ഡേവിഡ്സൺ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഒരു റോഡ്സ്റ്റർ മൂഡാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേ ഹാർലി ഡേവിഡ്സൺ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് മാത്രമല്ല, എല്ലാവർക്കും നമ്മളുടെ ഈ പറഞ്ഞ പോലെ തന്നെ കോണ്ടിനെന്റൽ GT, അതുപോലെ തന്നെ ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. അങ്ങനത്തെ വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതെ ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്യൂക്ക് 390 ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി നമുക്ക് ഇവിടെ സ്കൂട്ടേഴ്സ് അവൈലബിൾ ആണ്. അത് അപ്പുറത്തെ സെക്ഷനിലാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇതിന്റെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് ബൈക്സ് ആണെന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കൂട്ടർ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ജിക്സർ, യൂണിക്കോൺ, അങ്ങനത്തെ വണ്ടികളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഇത് നിങ്ങൾ ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൈലേജ് മൈലേജ് അല്ല, കുറച്ചും കൂടി ഒരു ബഡ്ജറ്റ്, ഒരു 17,000 രൂപ അല്ലെങ്കിൽ ഒരു 30,000 രൂപ അങ്ങനത്തെ ബഡ്ജറ്റ് ഒക്കെയാണ് നോക്കണേന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള ബഡ്ജറ്റുള്ള വണ്ടികൾ നമുക്ക് അവൈലബിൾ ആണ്. വെറും 17,000 രൂപ ഡൗൺ പേയ്മെന്റ് അല്ല, 17,000 രൂപ റെഡി ക്യാഷ് കൊടുത്തെടുക്കാൻ പറ്റിയ ഡിയോ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അപ്രില ഉണ്ട്, ജുപ്പിറ്റർ ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്, ഏവിയേറ്റർ ഉണ്ട്, ഫസീനോ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാസി ഇരിക്കുന്നുണ്ട്. ഇതുണ്ട് ഇതല്ലേ അറ്റത്ത് വെസ്പ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മാസ്ട്രോ 125, അങ്ങനെ ഒട്ടുമിക്ക സ്കൂട്ടേഴ്സ് നമുക്ക് ഇവിടെ എല്ലാ ബ്രാൻഡിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ പുതിയ മോഡല് ഫസീനോ, ഇത് നമ്മൾ ഇപ്പൊ എടുത്ത വണ്ടിയാണ്. ഇതിന് കുറച്ച് പോളിഷിങ്ങും വാഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 20,000 രൂപ അല്ലെ 15,000 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്നതാണ്. കിലോമീറ്റർ ആകെ 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയുമാണ്. ഇതാണ് നല്ല തിളങ്ങുന്ന ടൈപ്പില് സിൽവർ കളർ, എനിക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ബുള്ളറ്റും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 മോഡൽ വണ്ടിയാണ്. ഇത് നമ്മൾ ഇന്ന് എടുത്ത വണ്ടിയാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് പറയത്തില്ല, ആൾക്കാരൊക്കെ എന്നെ നോക്കണം. ഞാൻ ലൊക്കേഷൻ പറയാൻ മറന്നുപോയി. നമ്മളുടെ എറണാകുളത്ത് കലൂര് മെട്രോ പില്ലർ നമ്പർ 568 ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ബാങ്ക് റോഡിലായിട്ടാണ് നമ്മളുടെ ഈ ഒരു ഷോപ്പ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് കുറച്ചധികം കളക്ഷൻസും കൂടെ ഉണ്ട്. ഇവിടെ ഒരു പ്ലാറ്റിന് ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ എടുത്തതാണ്. അതുപോലെ തന്നെ ഒരു V4 ഉണ്ട്, ഇത് 2023 വണ്ടിയാണ്. TFT ഡിസ്പ്ലേയും അതുപോലെ തന്നെ സെറാമിക് കോട്ടിങ്ങിനൊക്കെ ചെയ്ത വണ്ടിയാണ്. പിന്നെ ഒരു RX 100 ഇരിക്കുന്നുണ്ട്, ഇത് 1988 മോഡൽ വണ്ടിയാണിത്. ക്ലീൻ വണ്ടി, പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഇത് നമ്മൾ ഇന്നെടുത്ത വണ്ടിയാണ്, ഓല S1 എയർ എന്ന് പറഞ്ഞാൽ 2024 മോഡൽ വണ്ടിയാണിത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇന്നെടുത്ത പുതിയ വണ്ടിയാണ്. അതൊക്കെ നമ്മൾ ചോദിക്കണ വെറും നിസ്സാരം പ്രൈസ് മാത്രമാണ് കേട്ടോ. നിങ്ങൾ ഇലക്ട്രിക് വണ്ടികളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ മുകളിലേക്കാണ് പോണത്. മുകളിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടാ ഇവിടെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ MT ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡോമിനാർ ഉണ്ട്, STയുടെ റോഡ്സ്റ്റർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്വാട്ട് പീലിയൻ ഉണ്ട്, അതുപോലെ തന്നെ ഡ്യൂക്ക് 250 ഉണ്ട്, 390 ഉണ്ട്. പുതിയ മോഡൽ 390 കണ്ടല്ലോ, പുതിയ മോഡൽ 390. അതുപോലെ തന്നെ RR 310 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ V4,
ഫേസർ, അതുപോലെ തന്നെ V1 ഇരിപ്പുണ്ട്, V2 താഴെ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ V3 ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എക്സ്പൾസ് ഇരിക്കുന്നുണ്ട്, ജിക്സർ ഉണ്ട്, വെസ്പ ഇരിക്കുന്നുണ്ട്, അതെ, പിന്നെ കുറച്ച് യൂണിക്കോൺ, അതുപോലെ തന്നെ പ്ലാറ്റിന, വീണ്ടും ഒരു ജാവയുടെ വണ്ടി ജാവ 42 ഇരിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ എയറോക്സ് ഇരിക്കുന്നുണ്ട്. അതെ, ജാവ 42 ഇത് എനിക്ക് തോന്നുന്നു ഒരു 2000 മോഡല് പറയണ്ട, ഞാൻ പറയല്ല, എനിക്ക് കിട്ടുള്ള. ഓക്കെ, അത് ഓക്കെ. കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്കാണ് നമ്മൾ ഇന്നലെ ഒരു ഹങ്ക് ഇട്ടിട്ടുണ്ട് 14,000 രൂപക്ക്. അപ്പൊ അത് എടുക്കാനായിട്ട് കസ്റ്റമർ വന്നാണ്, അതാണ് കട്ട് ചെയ്തേട്ടാ. അപ്പൊ അതെ, ഈ ഒരു സെക്ഷനിലായിട്ട് V3 ഉണ്ട്, അതുപോലെ തന്നെ V4 ഉണ്ട്, V4 M ഉണ്ട്, അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്ക് വണ്ടിയും അവൈലബിൾ ആണ്. പിന്നെ അതെ, ഇവിടെ ആയിട്ട് ജിക്സർ ഇരിക്കുന്നുണ്ട്, നമ്മളുടെ അപ്പാച്ചെ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ ആയിട്ട് നമുക്ക് RS200 അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ MT ഇരിക്കുന്നുണ്ട്, MT 2022 മോഡൽ വണ്ടിയാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ വെസ്പ ഉണ്ട്. പിന്നെ അതെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100-350 ഇരിക്കുന്നുണ്ട്, CT 110, പിന്നെ പ്ലാറ്റിന, പിന്നെ അതേ നമ്മളെ പുതിയ മോഡൽ RC200 അല്ല 125 ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 200 ഇപ്പുറത്തിരിക്കുന്ന പഴയ ഷേപ്പ്, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഡിമാൻഡ് ഈ ഒരു പഴയ ഷേപ്പിനാണ്. നമ്മളാണെങ്കിലും അത് എടുക്കുന്നത് വളരെ കുറവാണ് കേട്ടോ, കാരണം പെട്ടെന്ന് അങ്ങനെ മൂവ് ആയി പോകുള്ളൂ, അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞാണ്. പിന്നെ അതുപോലെ തന്നെ ഹൈനസ് ഉണ്ട്, വീണ്ടും ഒരു RC200 ഉണ്ട്. പിന്നെ ഈ യൂണിക്കോൺ ഉണ്ടല്ലോ, ഇത് 2022 മോഡൽ വണ്ടിയാട്ടോ, ആകെ 1000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർ വണ്ടിയാണ്, ക്ലീൻ വണ്ടിയാണ് കേട്ടോ, വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ 100-350 ഇരിക്കുന്നുണ്ട്, വീണ്ടും ഒരു RC ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇടക്കായിട്ട് നമ്മൾ സ്കൂട്ടർ ഉണ്ട്, നമ്മുടെ DO ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ FC ഇരിക്കുന്നുണ്ട്. പിന്നെ ഏതർ ഇരിക്കുന്നുണ്ട്, ഏതർ നമുക്ക് ഇന്ന് എനിക്ക് തോന്നുന്നു ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തായിരുന്നു കേട്ടോ, അത് ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ തന്നെ MT ഇരിക്കുന്നുണ്ട്, MT എൻ്റെ ഒരു അറിവില് 3 എണ്ണമാണ് നമുക്ക് സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുന്നത്, 2022 അതുപോലെ തന്നെ 21 മോഡൽ വണ്ടിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു 30,000 അല്ലെങ്കിൽ 25,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ V3യും MT മാത്രം, യമഹയുടെ വണ്ടികൾ മാത്രം നിരത്തി വെച്ചിട്ടുള്ള ഒരു വീഡിയോ റീസെന്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതെന്തായാലും ഞാൻ ഇവിടെ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ജിക്സർ ഉണ്ട്, ജിക്സർ പുതിയ ഷേപ്പ്. പിന്നെ അതുപോലെ തന്നെ ഡോമിനാർ 250-400 ഒക്കെ നമ്മളുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇന്ന് നമുക്ക് ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഇൻസ്റ്റഗ്രാം. പിന്നെ അതുപോലെ തന്നെ വീണ്ടും നമുക്കൊരു സ്വാട്ട് പീലിയൻ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഹിമാലയൻ സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ ഈ ഒരു പഴയ മോഡൽ ഹിമാലയൻ നമുക്ക് കിട്ടാനായിട്ടില്ല, കാരണം ഇപ്പൊ ഡിമാൻഡ് കൂടി ഈ ഒരു മോഡലിന്, ഈ ഒരു ഈ ഒരു മോഡലിന് ഇപ്പം നല്ല ഡിമാൻഡ് ഉണ്ട്, അതുകൊണ്ട് ആരും കൊടുക്കണില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളാണെങ്കിൽ പോലും നമുക്ക് വരുന്നില്ല ഹിമാലയൻ, കുറെ പേരാണെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട്, കാരണം പുതിയ മോഡൽ ഇറങ്ങിയപ്പോൾ ആണ് ആളുകൾക്ക് പഴയ മോഡലിനോട് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് ആയത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്തോട്ടാ. പിന്നെ അതുപോലെ തന്നെ 250 ഇതാണെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്, 2021 മോഡൽ BS6 വണ്ടി, ആകെ 10,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. നമ്മൾ ചോദിക്കുന്നത് 1,89,000 രൂപയാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒരു 60,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് അടക്കാണെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻഡോർക്ക് അവൈലബിൾ ആണ്, എൻഡോർക്ക് 125. ഇതൊക്കെ എനിക്ക് തോന്നുന്നു 58,000 രൂപ നമ്മൾ ഇതിന് ചോദിക്കുന്നുള്ളൂ. ഇതൊക്കെ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ ഡൗൺ പേയ്മെന്റ് അടക്കാണെന്നുണ്ടെങ്കിൽ എൻഡോർക്ക് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടിട്ടാണ് ഞാൻ വീഡിയോ ഒന്ന് കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ ഏതെങ്കിലും വണ്ടികളുടെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലെ ലിങ്ക് കൂടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ DM ചെയ്താൽ മതി. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.